മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. എന്തറിയാ അമ്മേ, ഞാൻ സിംഹ കുട്ടിയാ. സിംഹ കുട്ടി കത്തുമ്പോ അമ്മ എന്താ പേര് കത്തത്? ഇപ്പൊ സിംഹ കുട്ടി കത്താ, അമ്മ പേടിക്കുന്നുണ്ടോ? അമ്മ പേടിച്ച്. അമ്മ പേടിച്ചു. റിയ, നീ കളിച്ചത് മതി. ആ ഡ്രസ്സും അയച്ചു വെച്ചിട്ട് മിണ്ടാതെ കിടന്നുറങ്ങ്. റിയ, അമ്മ വേറെ ടെൻഷനിലാണ്. ഇങ്ങനെ വാശി പിടിച്ച അമ്മന്റെ കയ്യിൽ നിന്ന് നല്ലോണം തല്ലു കൊള്ളും നീ ഇപ്പോ. എടി, ഇപ്പൊ എന്തിനാ കരയുന്നത്? തല്ലു കൊള്ളുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ തല്ലിയിട്ടൊന്നുമില്ലല്ലോ. നിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ മര്യാദക്ക് കിടന്നുറങ്ങ്. ഓ ശരി, അച്ഛൻ വന്നാ പറഞ്ഞു കൊടുക്ക. അച്ഛൻ അമ്മനെ തല്ലട്ടെ. ഇപ്പൊ നീ കിടന്ന് ഉറങ്ങ്. റിയ, അതിന് അച്ഛനൊന്നും ഇന്ന് വരില്ല. അച്ഛൻ വരെ 2 ദിവസം ആകും. അയ്യോ റിയ, 2 ദിവസം എന്ന് പറഞ്ഞ അച്ഛൻ ഇന്ന് വരില്ല, നാളെയും വരില്ല, മറ്റന്നാൾ തന്നെ വരുള്ളൂ. റിയ, അച്ഛനൊരു ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുവാണ്. അച്ഛൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വരുള്ളൂ. അച്ഛൻ ഇന്ന് നാളെയൊന്നും വരില്ല. അതുകൊണ്ട് നീ വെറുതെ അച്ഛ അച്ഛന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങ്. സർ, സർ. പറയൂ ചേച്ചി. സർ, എന്തോ ആലോചിച്ചിട്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരട്ടെ സർ. അയ്യോ അല്ല, കുഴപ്പമില്ല ചേച്ചി. ഞാൻ വീട്ടിലെ ഐഷുവും റിയാവും എന്ത് ചെയ്യായിരിക്കും ആലോചിച്ചതാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ പറയൂ. ശരി സർ. ഐഷു മേഡത്തിനെ വീട്ടിലെ നിങ്ങളുടെ വാപ്പ സമ്മതിച്ചതാണെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിരിക്കുക. പക്ഷേ ഇപ്പൊ വാപ്പന്റെ പ്രശ്നം കൊണ്ടല്ലേ നിങ്ങൾ ഐഷു മേഡത്തിനെയും റിയ കുട്ടിനെയും അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്നത്. അതിന് എന്ത് ചെയ്യാനാ ചേച്ചി? എന്തായാലും ഇക്കാലത്തിലൊന്നും വാപ്പ എന്നെയും ഐഷുവിനെയും വീട്ടിൽ ചേർത്തില്ല. അയ്യോ സാർ, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങളുടെ വാപ്പ ഒരു ദിവസം നിങ്ങളെ മനസ്സിലാക്കും. എന്നിട്ട് നിങ്ങളെയും ഐഷു മേഡത്തിനെയും റിയ കുട്ടിനെയും കൂടെ വീട്ടിൽ ചേർത്തും. ഓ പിന്നെ, എന്റെ വാപ്പാനെ കുറിച്ച് എനിക്കറിയാലോ ചേച്ചി. അതൊന്നും വാപ്പ സമ്മതിക്കുകയില്ല. ശരി, അത് പോട്ടെ. പിന്നെ എന്താ ചേച്ചി, എന്താ കാര്യം? അല്ല സാർ, അത് കാലത്ത് എത്ര മണിക്കാണോ ഓപ്പറേഷൻ വെക്കേണ്ടതെന്ന് നിങ്ങളെ കൊണ്ട് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. നിങ്ങൾ കാലത്ത് ഓപ്പറേഷനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഒരു 7 മണിക്ക് നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം. ശരി സാർ, അപ്പൊ 7 മണിക്കുള്ളിൽ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. പിന്നെ ആ പേഷ്യന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ശരി, ഓക്കെ ചേച്ചി. ആ റിപ്പോർട്ട് അവിടെ വെച്ചിട്ട് പോയി. ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ സാർ. ഐഷു റിയാവോ എന്ത് ചെയ്യായിരിക്കും? ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഐഷു എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്തിനോ ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ റിയ, നീ കരയല്ലേ, അച്ഛൻ വരും. നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. നിനക്ക് എടുത്തിട്ട് വരാം. ഹലോ ഐഷു. ഈ ഐഷുമ എന്താ റിയ കരയാണോ? അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അതാ കൊടുക്കാം. അമ്മ ചക്കരെ, എന്തിനാടാ കരയുന്നത്? റിയ, അച്ഛൻ അവിടെ ഹോസ്പിറ്റലിലാണ്. ഒന്ന് കരയാതെ സംസാരിക്കേ. അയ്യോ അമ്മൂസേ, കരയല്ലടാ. അച്ഛൻ ഉണ്ണിക്ക് ചോക്കി മേടിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. അച്ഛൻ ചോക്കി മേടിച്ചിട്ട് നാളെ രാവിലെ വരാട്ടോ. എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്.
ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയാടാ വരിക? ഇപ്പൊ രാത്രി ആയില്ലേ? അച്ഛന്റെ ചക്കരമുത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങ്. ഉണ്ണിക്കുട്ടി ഉറങ്ങി എണീറ്റതും അച്ഛൻ അവിടെ ഉണ്ടാകും. ശരിയാ? ശരി, ഇപ്പൊ അമ്മൂസിന് കഥയല്ലേ വേണ്ടത്? അച്ഛൻ കഥ പറയാം, ഉണ്ണി ഉറങ്ങിക്കോ. റിയ, നീ ഉണ്ടല്ലോ. ഇടി ഐഷു, ഒന്ന് മിണ്ടാതിരിക്ക്. കുട്ടീനെ എന്തിനാ ചീത്ത പറയണേ? അമ്മൂസേ, അമ്മ ചീത്ത പറയില്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, ഇപ്പൊ അമ്മൂസ് കിടക്ക്, അച്ഛൻ കഥ പറയാ. കഥ കേട്ടിട്ടേ ഉറങ്ങിക്കോ. ആ, ഉണ്ണിക്കുട്ടി ചാച്ചി കിടന്നോ? അച്ഛൻ കഥ പറയാ. എന്നിട്ട് ആ എലിക്കുട്ടി പൂച്ചനെ കാണാതെ ഇങ്ങനെ മെല്ലെ 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 ഓടിപ്പോയി. ഷമീർ മതി, അവള് ഉറങ്ങി. ഹോ, ഉറങ്ങിയാ? ഉറങ്ങി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാനൊക്കെ കഴിച്ചു. നീ കഴിച്ചാ? ആ, കഴിച്ചു. എടി, കള്ളം പറയാതെ. അയ്യോ, ശരിക്കും കഴിച്ചെന്ന്. ശരി ശരി, ഞാനില്ലാന്നും പറഞ്ഞ സമയത്തിന് കഴിക്കാതെ ഇരുന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ വന്ന് നല്ല തല്ലി വെച്ചിരുന്നു നോക്കിക്കോ. ശരി. ഹേ, എന്താടാ? ഒന്നുമില്ല. ഐഷുമാ, നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെയും റിയാനെയും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാളെ ഒരു ദിവസം, മറ്റന്നാൾ കാലത്ത് ഞാൻ അവിടെ എത്തും. ശരി. നീ എന്നെ ഓർത്ത് വിഷമിക്കാതെ നേരത്തെ കിടന്ന് ഉറങ്ങ്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. ശരി. ശരി, ഞാൻ ഫോൺ വെക്കാം. നാളെ കാലത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി. ഉസ്രേ നീദാനേ നീദാനേ നിഴലാവും കൂടദാനേ എതുവും വേനാമേ വേനാമേ മുടിവും കൂടദാനേ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.